ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വലിയ യാത്രയുടെ തുടക്കത്തിലാണ്. അടുത്ത 7 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അവിശ്വസനീയമായിരിക്കും. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒന്നും ശരിയാകാത്തതെന്ന്, എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിലേക്ക് വരാത്തതെന്ന്. ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ പുറത്തല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഇന്ന് 1-ാം ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് സെൽഫ് റീസെറ്റ് ആണ്. നമ്മുടെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ അമിതമായി ഉപയോഗിക്കുമ്പോൾ അത് സ്ലോ ആകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അനാവശ്യ ഫയലുകളും മെമ്മറിയും നിറയുമ്പോൾ അത് ഹാങ് ആക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് റീസെറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ നമ്മൾ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഒരു ഡാറ്റ പോലെ കിടപ്പുണ്ട്. അതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ, പരാജയങ്ങൾ, നഷ്ടപ്പെട്ട പ്രണയം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ ഭാരമുള്ളതാക്കി മാറ്റുന്നു. ഈ പഴയ നെഗറ്റീവ് ഫയലുകൾ ഉള്ളിൽ വഹിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നത് പഴയ വെള്ളം നിറഞ്ഞ പാത്രത്തിൽ പുതിയൊരു പാലൊഴിക്കുന്നത് പോലെയാണ്. അത് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. സെൽഫ് റീസെറ്റ് എന്നാൽ നിങ്ങളെ തന്നെ പൂർണ്ണമായും ഒന്ന് പുതുക്കിയെടുക്കുക എന്നാണ് അർത്ഥം. ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നുവെന്നോ നിങ്ങൾക്ക് എന്ത് പരാജയങ്ങൾ സംഭവിച്ചുവെന്നോ ഇനി ചിന്തിക്കേണ്ടതില്ല. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഉള്ളിലെ പഴയ കഥകളെല്ലാം മായ്ച്ചു കളയുക. എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നിങ്ങനെയുള്ള സ്വയം പ്രഖ്യാപനങ്ങൾ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഈ 7 ദിവസത്തെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടാണിത്. കാരണം വൃത്തിയുള്ള ഒരു മണ്ണിലെ പുതിയ വിത്തുകൾ പാകാൻ കഴിയുമോ? നിങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിൽ നമുക്ക് ആഴത്തിലുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മുടെ മനസ്സ് ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ പോലെയാണ്. അവിടെ പലതരം ട്രെയിനുകൾ വരുന്നു പോകുന്നു. ചില ട്രെയിനുകൾ സന്തോഷത്തിൻ്റെ ആകാം, എന്നാൽ ഭൂരിഭാഗവും പേടി, ദേഷ്യം, സങ്കടം എന്നിവയുടേതാകാം. മിക്കവാറും ആളുകൾ ചെയ്യുന്നത് ഈ വരുന്ന ഓരോ ട്രെയിനിലും കയറി യാത്ര ചെയ്യുക എന്നതാണ്. അതായത് ഒരു മോശം ചിന്ത വരുമ്പോൾ അതിൻ്റെ കൂടെ പോയി കൂടുതൽ സങ്കടപ്പെടുക. എന്നാൽ ഇന്നു മുതൽ നമ്മളത് മാറ്റാൻ പോവുകയാണ്. നമ്മൾ ട്രെയിനിൽ കയറുന്ന യാത്രക്കാരനല്ല, മറിച്ച് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് ഈ ട്രെയിനുകളെ നിരീക്ഷിക്കുന്ന ഒരു കാഴ്ചക്കാരനാകണം. ഇതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വരുമ്പോൾ, ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന ചിന്ത വന്നാൽ ഉടനെ സങ്കടപ്പെടരുത്. പകരം ആ ചിന്തയെ ഒന്ന് നോക്കുക. എന്നിട്ട് പറയുക, പണമില്ലെന്ന ഒരു ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നു. അത്രമാത്രം. ആ ചിന്ത മോശമാണെന്നോ നല്ലതാണെന്നോ നിങ്ങൾ വിധിക്കരുത്. ചിന്തകളെ നിരീക്ഷിക്കുവാൻ തുടങ്ങുമ്പോൾ അവയുടെ ശക്തി കുറയുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ചിന്തകളല്ല, മറിച്ച് ചിന്തകളെ കാണുന്ന ഒരു ഊർജം മാത്രമാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ മനസ്സ് എപ്പോഴും ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ ആയിരിക്കും. ഒന്നുകിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടും, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് പേടിക്കും. എന്നാൽ ജീവിതം നടക്കുന്നത് ഇപ്പോൾ ഈ നിമിഷം മാത്രമാണ്. ഈ നിമിഷത്തിൽ നിങ്ങൾ സുരക്ഷിതനാണ്. നിങ്ങൾ ശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യ ഉത്കണ്ഠകൾ അലിഞ്ഞില്ലാതാകും. നിങ്ങളുടെ ചിന്തകൾക്ക് മുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടമയാകുന്നു. ഇന്ന് ദിവസം മുഴുവൻ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ ഒരു ദൂരക്കാഴ്ചക്കാരനെ പോലെ നിരീക്ഷിക്കുക. അവയോട് യുദ്ധം ചെയ്യരുത്, അവയെ സ്നേഹത്തോടെ സ്വീകരിക്കുക. എന്നിട്ട് അവയെ പോകാൻ അനുവദിക്കുക. ഞാൻ നിന്നെ കാണുന്നു, പക്ഷെ ഞാൻ നിന്നെ പിന്തുടരുകയില്ല എന്ന വാചകം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കുക. നമ്മുടെ മനസ്സിനെ 2 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, 2 സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ ബോധപൂർവ്വം ചിന്തിക്കുന്ന കാര്യങ്ങൾ കോൺഷ്യസ് മൈൻഡിലാണ് നടക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ 95% നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ ശീലങ്ങൾ, ഭയങ്ങൾ, ആത്മവിശ്വാസം എല്ലാം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ പോലെയാണിത്. നിങ്ങൾ സോഫ്റ്റ്വെയറിൽ പരാജയം എന്നൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും പരാജയത്തിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് സെൽഫ് റീസെറ്റ് ഇത്ര പ്രധാനമാകുന്നത്. നമ്മൾ ചെറുപ്പം മുതൽ കേട്ടു വളർന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറച്ചു പോയിട്ടുണ്ട്. പണമുണ്ടാക്കാൻ പ്രയാസമാണ്, സ്നേഹിച്ചാൽ ചതിക്കപ്പെടും, നമ്മുടെ കുടുംബത്തിന് ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ വളർച്ചയെ തടയുന്നത്. ഇന്ന് നമ്മൾ
ഈ സോഫ്റ്റ്വെയറിനെ റീപ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് സത്യവും കള്ളവും തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് സത്യമായി പ്രപഞ്ചം നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളോട് പറയുന്ന കഥകൾ മാറ്റുക. നിങ്ങൾ പരാജയപ്പെട്ട ഒരാളല്ല, മറിച്ച് വിജയിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടവനല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ സ്നേഹം എപ്പോഴും കൂടെയുള്ള ഒരാളാണ്. ഈ മാറ്റം പെട്ടെന്ന് സംഭവിക്കില്ല, പക്ഷേ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ ഞാൻ എന്ന ഭാവത്തെ ഒന്ന് മാറ്റിപ്പിടിക്കുക. സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം ഉറങ്ങുന്നതിന് തൊട്ടു മുൻപും ഉണർന്നാൽ ഉടനെയുള്ള സമയവുമാണ്. ആ സമയങ്ങളിൽ മനസ്സ് വളരെ അയവുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ആഴത്തിൽ പതിയും. ഞാൻ സന്തോഷവാനാണ്, എൻ്റെ ജീവിതം അതിശയകരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് പറയുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ പ്രോഗ്രാമിംഗ് മാറ്റുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ തടസ്സങ്ങൾ നീങ്ങുമ്പോൾ പുറത്തുള്ള തടസ്സങ്ങൾ താനേ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഇടം വളരെ ശക്തമാണെന്ന് ഉറപ്പുവരുത്തുക. സുഖമായിരിക്കുക. നട്ടെല്ല് നേരെയാണെന്ന് ശ്രദ്ധിക്കുക. സാവധാനം കണ്ണുകളടയ്ക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂക്കിലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശം വികസിക്കുന്നത് അനുഭവിക്കുക. പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിലെ എല്ലാ പിരിമുറുക്കങ്ങളും ഒഴുകിപ്പോകുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞ ഒരു നീലാകാശമുണ്ടെന്ന് ഭാവനയിൽ കാണുക. അതിൽ ഒഴുകി നടക്കുന്ന മേഘങ്ങളാണ് നിങ്ങളുടെ ചിന്തകൾ. ആ മേഘങ്ങൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. നിങ്ങൾ ആ ആകാശം പോലെ ശാന്തനായിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം, സങ്കടം, പക, അസൂയ ഇവയെല്ലാം കറുത്ത പുകയായി നിങ്ങളുടെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് കാണുക. പകരം പ്രപഞ്ചത്തിൽ നിന്നുള്ള വെളുത്ത പ്രകാശം ശ്വാസത്തിലൂടെ നിങ്ങളിലേക്ക് നിറയുന്നത് അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കുക. അത് പ്രപഞ്ചത്തിൻ്റെ താളത്തിനനുസരിച്ചാണ് മിടിക്കുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, കാരണം പ്രപഞ്ചം നിങ്ങളുടേതാണ്. ഈ നിമിഷം നിങ്ങളുടെ മനസ്സ് ഒരു ശുദ്ധമായ വെള്ള പേപ്പർ പോലെയാണ്. അവിടെ നമുക്ക് പുതിയ കാര്യങ്ങൾ എഴുതാം. ഈ ശാന്തത അനുഭവിക്കുക. ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് നിങ്ങളോട് സ്വയം പറയുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, എൻ്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ മാപ്പ് കലക്കി വിട്ടയക്കുന്നു, എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് ഞാൻ എന്നെ സ്വാഗതം ചെയ്യുന്നു. കുറച്ച് സമയം ഈ ശാന്തതയിൽ തന്നെ തുടരുക. സാവധാനം കൈകൾ തമ്മിൽ ഉരസി കണ്ണുകളിൽ വയ്ക്കുക. എന്നിട്ട് മെല്ലെ കണ്ണുകൾ തുറക്കുക. ഇനി അടുത്ത ഘട്ടം, ഒരു പേപ്പർ എടുത്ത് നിങ്ങളെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളും അതിലെഴുതുക. എന്നിട്ട് അത് കീറിക്കളയുകയോ കത്തിക്കുകയോ ചെയ്യുക. അത് നിങ്ങളുടെ ഉള്ളിലെ ഭാരങ്ങളെ പ്രതീകാത്മകമായി ഇറക്കി വയ്ക്കാൻ സഹായിക്കും. നാളെ ഡേ 2 നമ്മൾ മറ്റൊരു കാര്യം പഠിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു ഓൾ, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.